പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവൃത്തികളും, നമ്മുടെ സദസ്സും, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ആക്കി തീരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ രാവിലെ മുതലേ ജോലികളിലും യാത്രകളിലുമൊക്കെയായി ക്ഷീണം പിടിച്ചു വന്ന് ഇരിക്കുന്ന ഒരു സന്ദർഭമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദീർഘമായി സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടുന്നുമില്ല. ഒരു കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെയും മറ്റന്നാളും കൂടി ഈ ബാംഗ്ലൂർ ടൗണിൽ തന്നെ നമുക്ക് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കുറെ കാലമായി ബാംഗ്ലൂരിൽ വരാൻ വേണ്ടി പല സുഹൃത്തുക്കളും പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും സന്ദർഭം ഒത്തുകിട്ടാത്തതുകൊണ്ട് പലപ്പോഴും ക്ഷണം സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അല്ലാഹു ജല്ല ജലാലുഹു കുറെ കാലത്തിനിടയിൽ ഇവിടെ വന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എന്ന നിലക്ക് മാത്രം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ബന്ധം പുതുക്കാനും ആ നിലക്ക് സമ്മേളിക്കാനും അല്ലാഹു തആല അവസരം തന്നിട്ടുള്ളത്. അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കും. ഒരു കാര്യം ആദ്യമായി തന്നെ സൂചിപ്പിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ചുരുക്കം മലയാളികൾ നിസ്കരിക്കുന്ന നമ്മുടെ പള്ളി കാണുകയും, പള്ളി കാണുമ്പോൾ സ്വാഭാവികമായും 2 റക്അത്ത് നിസ്കരിക്കുകയാണല്ലോ പള്ളിയിൽ കയറിയാൽ ചെയ്യേണ്ടത്. അങ്ങനെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് പള്ളി ഒന്ന് കണ്ടു. പള്ളിയുടെ മേൽഭാഗത്ത് ടെറസിന്റെ മേലെയും ജുമുഅക്ക് ആളുകൾ വന്നു നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഈ പള്ളിയുടെ മേലെ ഒരു നില കൂടി ഉയർത്തണമെന്ന് നമ്മുടെ പള്ളിയുടെ പ്രവർത്തകന്മാരായ ഭാരവാഹികൾക്കും ഇതുമായി ബന്ധപ്പെടുന്നവർക്കും ആഗ്രഹമുണ്ടെന്നും അറിയിച്ചു. ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ആമുഖമായി പെടുത്തുന്നു. സാധാരണയായി സംഭാവനക്ക് വേണ്ടി ഒരു വാഗ് പറയുന്ന ആളല്ല ഞാൻ എന്ന് എന്റെ വാഗ് സാധാരണ കേൾക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഇനി ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയില്ല. എല്ലാ ആളുകളും അല്ലാഹുവിന്റെ ഭവനമായ പള്ളിക്ക് സഹായിക്കണം. പള്ളിയുടെ മേലെ ഒരു നില കൂടി മുഅ്മിനീങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യണം. അതിന് നമ്മൾ തന്നെ എല്ലാവരും ആത്മാർത്ഥമായി പരമാവധി സഹായിക്കണം, സഹകരിക്കണം എന്ന് ആമുഖമായി നിങ്ങളോട് ഉണർത്തുകയാണ്. നാം എല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു നമ്മുടെ യജമാനനും ഉടമസ്ഥനുമാണ്. ആ ഉടമസ്ഥനായ റബ്ബിന് വീട്ടിന്റെ ആവശ്യം ഇല്ല. പള്ളികളെ സംബന്ധിച്ച് നാം പറയാറുള്ളത് അല്ലാഹുവിന്റെ വീട് എന്നാണ്. വീടിന്റെ ആവശ്യം സൃഷ്ടികൾക്കാണ്. സൃഷ്ടാവായ അല്ലാഹുവിന് വീടിന്റെ ആവശ്യം ഇല്ല. നമുക്ക് വീട് വേണം, കിടന്നുറങ്ങണം, ഭക്ഷണം കഴിക്കണം, കുടുംബജീവിതം നയിക്കണം, വിശ്രമിക്കണം. അതിനെല്ലാം നമുക്ക് വീട് വേണം. അല്ലാഹുവിന് അങ്ങനെയുള്ളത് യാതൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. പിന്നെ അല്ലാഹുവിന് എന്തിനാണ് വീട്? അല്ലാഹുവിന് വേണ്ടിയുള്ളതല്ല അല്ലാഹുവിന്റെ വീട്. അല്ലാഹുവിന്റെ സൃഷ്ടികളായ നമുക്ക് വേണ്ടിയുള്ളതാണ് അല്ലാഹുവിന്റെ വീട്. നമുക്ക് വേണ്ടി അല്ലാഹുവിന് എന്തിനാണ് വീട്? നമുക്ക് അല്ലാഹുവിന്റെ വീട്ടിൽ പോയി സമർപ്പിച്ചു, അല്ലാഹുവിന്റെ വീട്ടിൽ പോയി ചെയ്തു എന്ന മഹത്വം അടിമകളായ നമുക്ക് ലഭിക്കാൻ വേണ്ടി വീട്ടിൽ പോയി പറയുക, വീട്ടിൽ പോയി സമർപ്പിക്കുക എന്നത് ഒരു വലിയ
ഒരു അംഗീകാരത്തിന് ലഭിക്കുന്ന വഴിയാണ്. ആ അംഗീകാരം നമുക്ക് ലഭിക്കാൻ വേണ്ടി അല്ലാഹു ജല്ല ജലാലുഹു അവന് വീട് നിർമ്മിക്കാൻ, അത് അവന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ്, വീട് നിർമ്മിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പരിശുദ്ധ ഖുർആൻ അങ്ങനെ അല്ലാഹുവിന് വീട് നിർമ്മിക്കാൻ നമ്മോട് നിർദ്ദേശിക്കുകയും ആ വീട്ടിന് വലിയ മഹത്വമുണ്ടെന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയും ആ വീട്ടിൽ പുരുഷന്മാര് പോയി നിസ്കരിക്കണമെന്ന് പ്രത്യേകം ഖുർആൻ അവിടെ നിസ്കരിക്കേണ്ടത് ആരാണെന്ന് നമ്മെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലൂടെ. അപ്പൊ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവർക്ക് ഇബാദത്ത് സമർപ്പിക്കാൻ അല്ലാഹുവിന് വീട് വേണം. അല്ലാതെ അല്ലാഹുവിന് താമസിക്കാനല്ല അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന് വിശ്രമിക്കാനല്ല അല്ലാഹുവിന്റെ വീട്. ആ വീട്ടിന്റെ നിർമ്മാണം അൽഹംദുലില്ലാഹ് നടത്തിയവരാണ് ഇവിടെയുള്ള നിങ്ങൾ. ഇനി അതിന്റെ പൂർത്തീകരണവും നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനെല്ലാവരും പൂർണ്ണമായി സഹകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അർഹമർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹൈറായ പ്രവർത്തനങ്ങൾക്ക് ഭാഗ്യം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടിമകളായ നാം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. എല്ലാവരും ഇങ്ങോട്ട് വെക്കാം. ആ മൈക്കിന്റെ കാര്യം അത് അവർ ശരിയാക്കും, നിങ്ങൾ ആരും ഇടവേണ്ട. അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ തന്നെ അല്ലേ സ്നേഹിക്കേണ്ടത്? ഒരാളെ സ്നേഹിക്കുമ്പോൾ ആരെയും നാം സ്നേഹിക്കുക ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണത്തിന്റെ അളവനുസരിച്ചായിരിക്കില്ലേ? നമുക്ക് 1000 രൂപ കടം തന്നവനും 1,00,000 രൂപ കടം തന്നവനുമായി നമുക്ക് 1,00,000 രൂപ കടം തന്നവനോട് കൂടുതൽ സ്നേഹമുണ്ടാവുകയില്ലേ? നമുക്ക് ജോലിയും തന്നു, ബിസിനസ്സിൽ ഒരു ഷെയറും തന്നു, അങ്ങനെയുള്ള മുതലാളിയോട് വെറും ജോലി മാത്രം തന്ന മുതലാളിയേക്കാൾ നമുക്ക് സ്നേഹമുണ്ടാവുകയില്ലേ? ഡ്യൂട്ടിയുടെ സമയവും കഴിച്ച് പിന്നെയും ഡ്യൂട്ടിയുടെ ടൈം നോക്കാതെ സ്ഥാപനം പുരോഗമിക്കണമെന്ന് മനസ്സിലാക്കി സ്ഥാപനത്തിന് സേവനം ചെയ്യുന്ന തൊഴിലാളിയോട് മുതലാളിക്ക് സ്നേഹമുണ്ടാവുകയില്ലേ? ആകയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, അവനെ എന്താ അവിടെ ഇതൊക്കെ കസേരങ്ങോട്ട്, നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ നാം പലരെയും സ്നേഹിക്കുക? എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത് ആരെയാണ്? ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ലഭിക്കുന്നവനെയല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ആരിൽ നിന്നാണ്? എല്ലാ ഗുണങ്ങളും ലഭിച്ചവരിൽ നിന്നാണ്. എല്ലാ ഗുണങ്ങളും ലഭിച്ചത് ആരിൽ നിന്നാണ്? അത് അല്ലാഹു ജല്ല ജലാലുഹു അവനിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശത്തിൽ എന്തുണ്ടെങ്കിലും, നിങ്ങൾക്ക് തന്നവരുടെ കൈവശത്തിൽ എന്തുണ്ടെങ്കിലും, ഈ സംസാരിക്കുന്ന എന്റെ കൈവശത്തിൽ എന്തുണ്ടെങ്കിലും എല്ലാറ്റിന്റെയും ഉടമസ്ഥനും അധികാരസ്ഥനും അത് നൽകിയവനും ആരാണെന്ന ചോദ്യത്തിന് പറയാനുള്ള മറുപടി അല്ലാഹു അല്ലാഹ് എന്ന് മാത്രമാണ്. നമ്മുടേതാണെന്ന് നാം ധരിക്കുന്നതൊന്നും വാസ്തവത്തിൽ നമ്മുടേതല്ല. നമ്മുടേതാണെന്ന് നാം ധരിക്കുന്ന ഒന്നിന്റെയും ഉടമസ്ഥന്മാര് നമ്മളല്ല. ഇതാർക്കും മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒറ്റവാക്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ നോക്കൂ, എന്റെ ഈ കണ്ണ് എന്റേതല്ല. എന്റെ ഈ കണ്ണ് എന്റേതായിരുന്നുവെങ്കിൽ ഞാൻ കണ്ണട കൂടാതെ തന്നെ കത്ത് വായിക്കുമായിരുന്നു. എന്റെ കണ്ണാണെങ്കിൽ എന്റെ തീരുമാനം നടപ്പാക്കാൻ കഴിയണ്ടേ? എന്റെ കടയിൽ എന്റെ തീരുമാനമല്ലേ?
എന്റെ വീട്ടിൽ എന്റെ തീരുമാനമല്ലേ? എങ്കിൽ എന്റെ കണ്ണിൽ എന്തുകൊണ്ട് എന്റെ തീരുമാനം നടന്നില്ല? ഞാൻ കണ്ണട വെക്കാതെ വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കണ്ണട വെക്കാതെ വായിക്കാൻ സാധിക്കുന്നില്ല. കാരണം കണ്ണ് എന്റേതല്ല. എന്റേതായിരുന്നുവെങ്കിൽ എന്റെ തീരുമാനം നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു. എന്റേതല്ല. ആർക്കും യഥാർത്ഥത്തിൽ ഒന്നും അവന്റേതായി ഇല്ല. എല്ലാം ഉടമസ്ഥനായ അള്ളാഹുവിന്റേത് മാത്രമാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം, ഇറാഖിൽ ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജോർജ് ബുഷ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം മൂക്കിൽ ഭരണമുണ്ടോ? ഇറാഖിലെ ഭരണം പിന്നെയല്ലേ, സ്വന്തം മൂക്കിൽ ഭരണമുണ്ടോ? ഇല്ല എന്നതാണ് ശരി. വേണമെങ്കിൽ നിങ്ങൾ ജോർജ് ബുഷിനെ കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നല്ല തണുപ്പുള്ള സമയത്ത് ഒരു 2 ദിവസം ഇതുപോലൊരു സദസ്സിലിരിച്ചു നോക്കൂ. എന്നാ മൂക്കിൽ നിന്ന് ജലദോഷം പിടിച്ചിട്ട് ഇങ്ങനെ ഒലിക്കും. ഞാൻ ജോർജ് ബുഷാണ്, അമേരിക്കയുടെ പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അണക്കെട്ട് കെട്ടിയാലും നിൽക്കൂല എന്നുള്ളതാ ശരി. മൂക്കിൽ നിന്ന് ഒലിച്ചുകൊണ്ടേയിരിക്കും, ജലദോഷം പിടിക്കും. ഞാനിത് പറഞ്ഞതിന് താല്പര്യം, ഏത് അമേരിക്കയുടെ പ്രസിഡന്റിനും ഏത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിക്കും ഇവിടെ ആർക്കും വാസ്തവത്തിൽ അധികാരമില്ല. പ്രധാനമന്ത്രിയുടെ ഊരവേദനയാവുന്നു എന്ന് പറഞ്ഞു. ആരാ ഊര? പ്രധാനമന്ത്രിയുടെ ഊരയാണെങ്കിൽ വേദനയാണ്ടാന്ന് അയാൾ തീരുമാനിച്ചാ പോരെ. പക്ഷേ ഊരവേദനയാവുകയാണ്. കാരണം ഊര പ്രധാനമന്ത്രിയുടേതല്ല, പിന്നെ അത് ഉടമസ്ഥന്റേതാ. ഇനി നിങ്ങൾ നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റ് ബ്രിട്ടനിലേക്ക് പോകുന്ന സമയത്ത് പോയത് എങ്ങനെയാണ്? പോയതൊരു വലിയ ടാങ്കിയും പേറിയിട്ടാണ്. ഏത് ടാങ്കി? മുത്തിന്റെയും മാണിക്യത്തിന്റെയും ടാങ്കിയല്ല, മറിച്ച് മലവും മൂത്രവും സംഭരിച്ചു വെച്ചൊരു ടാങ്കി. അത്തരം ടാങ്കി നമ്മുടെ പറമ്പുകളിലൊക്കെയുണ്ട്. നമ്മുടെ വീട്ടിന്റെ ഒരു ഭാഗത്ത് അത്തരം ടാങ്കിയുണ്ട്, മലം സ്റ്റോർ ചെയ്യുന്ന ടാങ്കി. പക്ഷെ ആ ടാങ്കി നാം കുഴിച്ചത് വീട്ടിന്റെ സമീപത്തല്ല, പിന്നെ കിണറ്റിൽ നിന്നൊരു 15 മീറ്റർ അകലെ, അതെ, നമ്മുടെ പറമ്പിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ടാണ് ടാങ്കി കുഴിച്ചത്. എന്നാൽ നിങ്ങളറിയോ, അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം എത്തിച്ചേരുന്ന സ്ഥലവും മൂപ്പരുടെ മലവും മൂത്രവും സൂക്ഷിക്കുന്ന ആ ടാങ്കിയും തമ്മിൽ 15 മീറ്റർ പോയിട്ട് 1.5 മീറ്റർ പോലും ദൂരമില്ല എന്നതാണ് ശരി. അത് അയാളെ മാത്രം സ്ഥിതിയല്ല, നമ്മളെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. നമ്മളും യഥാർത്ഥത്തിൽ ഈ മലവും മൂത്രവും അടങ്ങുന്ന ഒരു ടാങ്കിയും പേറിയിട്ടാ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഞാൻ വന്നത്. നിങ്ങളെങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. ഈ എല്ലാവരുടെ സ്ഥിതിയും ഈ ടാങ്കിയും പേറി നടക്കുന്നതാണ്. മലവും മൂത്രവും അടങ്ങുന്ന ഒരു ടാങ്കിയും പേറി നടക്കുന്ന മനുഷ്യൻ സ്വന്തത്തിൽ അധികാരമുണ്ടെങ്കിൽ മുമ്പെങ്ങാനും ഈ ടാങ്കി എടുത്ത് പറിച്ചു മാറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ മാറ്റിയാൽ പിന്നെ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവുകയില്ല എന്നതാണ് വാസ്തവം. എനിക്കിവിടെ സ്വന്തത്തിൽ ഒരധികാരവുമില്ല. എന്റെ സൃഷ്ടാവായ അള്ളാഹു എനിക്ക് തന്നത് ഞാൻ പേറി നടക്കുന്നു. എന്റെ സൃഷ്ടാവായ അള്ളാഹു തന്നത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. എനിക്ക് സ്വന്തമായി യാതൊരു അധികാരവും ഇല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉടമസ്ഥതയുടെ കീഴിൽ അവൻ തന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അടിമയാണ് മനുഷ്യൻ. ഒന്ന് കൂട്ടാൻ പറഞ്ഞ വോൾട്ട് കുറച്ചു കഴിഞ്ഞാൽ സുബ്ഹാന ജല്ല ജലാൽ. അല്ലാഹു ജല്ല ജലാലുഹു തന്നതല്ലാതെ തരുന്നതല്ലാതെ നമ്മുടെ കൈവശത്തിൽ ഒന്നുമില്ല. എല്ലാം അല്ലാഹു തന്നത്. സ്വന്തത്തിൽ നമുക്കൊന്നിനും അധികാരമില്ല. ഞാൻ എന്റെ കണ്ണ് എന്ന് പറയും, അതൊരു പറച്ചിലാണ്. എന്റെ കണ്ണല്ല, അള്ളാഹുവിന്റെ കണ്ണ്. പിന്നെ എന്റെ കണ്ണ് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്ന കണ്ണ് എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ എന്റെ അധികാരത്തിലുള്ളതെന്നോ എന്റെ ഉടമസ്ഥതയിലുള്ളതെന്നോ അർത്ഥത്തിലല്ല. നമ്മൾ രാവിലെ തലശ്ശേരിക്ക് പോകണമെന്ന് മനസ്സിലാക്കി ബസ്സിന് വേണ്ടി ചെന്നു. ബസ് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ നമ്മൾ പറഞ്ഞു, എന്റെ ബസ് പോയി. ഇന്നലെ ഇവിടെ ബാംഗ്ലൂരിൽ 3 സൈറ്റുകളും ജോലിക്ക് വന്നിട്ട് അപ്പോഴേക്കും ഞങ്ങൾക്ക് ബസ്സൊക്കെ ആയോ? ഇല്ല. അത് എന്റെ ബസ് എന്ന് പറഞ്ഞാൽ ഞാൻ കയറിപ്പോകാൻ ഉദ്ദേശിച്ച ബസ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന് എന്റെ ബസ് എന്ന് പറയും. ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച ബസ്, അതിന് ഞാൻ എന്റെ ബസ് എന്ന് പറയും. എന്റെ പ്ലെയിന് വ്യാഴാഴ്ചയാണ് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, വിസ കിട്ടുന്നതിന് ഉപയോഗിക്കും പ്ലെയിനൊക്കെ ആയോ? അങ്ങനെ സംശയിക്കേണ്ടതില്ല. അതിനർത്ഥം ഞാൻ കയറിപ്പോകാൻ ഉദ്ദേശിക്കുന്ന പ്ലെയിനിൽ നിന്നാണ്. ഇതുപോലെ ഞാൻ എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ കാല്, എന്റെ കൈ എന്നൊക്കെ ഞാൻ പറയൂ. ആ പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്.
എന്റെ ഉടമസ്ഥതയിലുള്ളത് എന്ന അർത്ഥത്തിലല്ല. എന്റെ ഉടമസ്ഥതയിൽ കണ്ണുമില്ല, കയ്യുമില്ല, കാലുമില്ല, നാക്കുമില്ല, മൂക്കുമില്ല, ഒന്നുമില്ല. എല്ലാം അള്ളാഹു തന്നത്, അവൻ തന്നുകൊണ്ടിരിക്കുന്നത്. അവൻ തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമുക്ക് ശരിയായ ബോധമുണ്ടാകണമെങ്കിൽ അള്ളാഹു അനുഗ്രഹം പിൻവലിക്കണം. നിങ്ങൾ നോക്കൂ, എത്ര കാലമായി നമ്മൾ ശ്വാസം കഴിക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു 45 കൊല്ലത്തോളമായി ദിവസേന എത്ര സമയം ശ്വാസം കഴിച്ചു. പക്ഷെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകൽ എപ്പോഴാണ്? ശ്വാസം മുട്ടുമ്പോഴാണ്. ഇങ്ങനെ വലിക്കുന്ന ചില ആളുകൾ കണ്ടില്ലേ നിങ്ങൾ? ശ്വാസം മുട്ടി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ശ്വാസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി, അതിന് എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാം. ശ്വാസം കഴിഞ്ഞിട്ടിയാ മതി. ഒരു ശ്വാസം കഴിക്കുന്നതിന് 1 ലക്ഷം ആണെങ്കിൽ ഇതുവരെ ശ്വാസം കഴിച്ച് എത്ര കോടി ഉറുപ്പിക്കുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശ്വാസം മുട്ടുമ്പോഴാണ് ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ അനുഗ്രഹത്തിന്റെ ഗുണം നാം മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, 65 കൊല്ലമായി മൂത്രമൊഴിച്ച ഒരാള് എല്ലാ ദിവസവും 30 പ്രാവശ്യം മൂത്രമൊഴിക്കലുണ്ട്. അയാൾക്ക് മൂത്രമൊഴിക്കുക എന്നറിയുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായത് എപ്പോഴാ? മൂത്രം ബന്ധായപ്പോ. മൂത്രം പോകുന്നില്ല, മൂത്രം ബന്ധായി പോയി. അപ്പൊ അദ്ദേഹത്തിന് ആകെ വയറ് തടിക്കുന്നു, വേദനയാവുന്നു, ഒന്നും കുടിക്കാൻ കഴിയുന്നില്ല, ആകെ വിഷമം തന്നെ. ആശുപത്രിയിൽ മൂത്രം ഒന്ന് പോയി കിട്ടിയാൽ മതി. ഒരു പ്രാവശ്യം മൂത്രം പോകുന്നതിന് എത്ര ചെലവായാലും നിൽക്കണം, മൂത്രം ഒന്ന് പോയി കിട്ടിയാൽ മതി. ഈ 65 കൊല്ലം മൂത്രം വെച്ച് എത്ര ഉറുപ്പിക ഉണ്ടാവും നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ. അപ്പൊ മൂത്രം ബന്ധാകുമ്പോഴാണ് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. അതുവരെ അത് ബോധ്യപ്പെട്ടില്ല. ഏതൊരു മനുഷ്യനും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളുടെ ഗൗരവം അവന് ബോധ്യപ്പെടുക അതില്ലാതിരിക്കുമ്പോഴാണ്. ഞാൻ ആ ഭാഗം വിശദമായി പറയുന്നില്ല. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര, അതും എത്ര നല്ല ഗുണത്തിലാ ചെയ്തത്. മോളെ ഉറങ്ങിയ? ഇല്ലല്ലോ, ഉറങ്ങിയിട്ടില്ല. ചെറിയൊരു പെൺകുട്ടി മോളെ വിളിച്ചുകൊണ്ട് ബേജാറാണ്ട, ഒരു ചെറിയൊരു പെൺകുട്ടി. അപ്പൊ ഞാൻ പറയാ, പെൺകുട്ടിനോട് ചോദിക്കണ്ട, ആൺകുട്ടികളോട് ചോദിക്കാം, ശ്വാസം കഴിക്കലില്ലേ? ഉണ്ടല്ലോ അല്ലേ? എപ്പോഴും കഴിക്കലുണ്ട് അല്ലേ? 1 സെക്കൻഡ് കഴിക്കും, ആയിക്കോട്ടെ. ഉറങ്ങുമ്പോ ശ്വാസം കഴിക്കലുണ്ടോ? ഉറപ്പാ? അങ്ങനെ മനസ്സിലായി? ഉറങ്ങുമ്പോ ശ്വാസം കഴിക്കലുണ്ട് മനസ്സിലായി, ഇരിക്കട്ടെ. എന്നാ വേറെ ഒന്ന് പറയാ, ഈ ഉറങ്ങുന്ന സമയത്ത് തൊള്ള പൂട്ടിയിട്ടോ ഉറങ്ങേണ്ടത്, തുറന്നിട്ടോ ഉറങ്ങേണ്ടത്? പൂട്ടിയിട്ടാ ഉറങ്ങേണ്ടത്. അതെന്തുകൊണ്ടാണ്? ശ്വാസം കഴിക്കുന്ന സമയത്ത് മനുഷ്യന് അവന്റെ ശ്വാസകോശത്തിലേക്ക് കടന്നു പോകുന്ന വായു അത് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് മൂക്കില്, തൊള്ളയിൽ അതില്ല. നിങ്ങൾ നല്ല പൊടിപടലങ്ങളുള്ള ഒരു സ്ഥലത്തു കൂടി ഒന്ന് ഓടി നോക്കൂ. ഇവിടെ മലയാളികളുടെ സദസ്സണല്ലോ അല്ലേ, ധൂളി എന്ന് പറയണ്ടല്ലോ. അപ്പോ അങ്ങനെ ഈ പൊടിപടലങ്ങളുള്ള സ്ഥലത്തു കൂടി നിങ്ങളൊന്ന് ഓടി നോക്കിയാൽ കുറച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറിയ പരുത്തിയോ അല്ലെങ്കിൽ തുണിയോ എടുത്ത് മൂക്കിലിട്ടൊന്ന് തിരികെ നോക്കിയാൽ നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി വെച്ച ഫിൽട്ടർ എടുത്ത് തുടച്ചു നോക്കിയതുപോലെ നല്ല പൊടിമണ്ണുകൾ ഇതിന്റെ മേലെ ഇങ്ങനെ തങ്ങി നിന്നതായി കാണാം. ഇതെന്താ കാരണം? മനുഷ്യൻ ശ്വാസം കഴിക്കുന്ന സമയത്ത് കടന്നു പോകുന്ന വായുവിലുള്ള അനാവശ്യമായ വസ്തുക്കൾ എടുത്ത് പിടിച്ചു നിർത്താനുള്ള, അത് ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിക്കാനുള്ള ഒരു സംവിധാനം മൂക്കിൽ ലോകസൃഷ്ടാവായ അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് തൊള്ളയിലില്ല. അതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയത്ത് തൊള്ള തുറന്ന് കുട്ടികൾ ഉറങ്ങരുത് എന്ന് പറഞ്ഞു. അഥവാ അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ തൊള്ള പിടിച്ച് പൂട്ടി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ തൊണ്ടക്ക് സൂക്കേട് വരും. തൊണ്ടക്ക് സൂക്കേട് വരും. വില്ലേജ് ഓഫീസിൽ അടക്കേണ്ട, പഞ്ചായത്ത് ഓഫീസിൽ അടച്ചാൽ പോരല്ലോ, ഓരോന്നും അടക്കേണ്ട സ്ഥലത്ത് തന്നെ അടക്കണ്ടേ. മൂക്കിലൂടെ കടന്നു പോകേണ്ട വായു മൂക്കിലൂടെ കടന്നു പോകാതെ തൊള്ളയിലൂടെ കടന്നു പോയാൽ തൊണ്ടക്ക് അസുഖം വരും. കാരണം ഇവിടെ വായു ശുദ്ധീകരിക്കാനുള്ള സംവിധാനം തൊള്ളയിലില്ല. തൊള്ളയിലുള്ള സംവിധാനം മൂക്കിലും ഇല്ല. ഒരാൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് മൂക്കിലിട്ട് നോക്കട്ടെ, മധുർക്കുവോ? ഇല്ല, പഞ്ചസാര മൂക്കിലിട്ടാൽ മധുരം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ തന്നെ കാരണം, പഞ്ചായത്ത് ഓഫീസിൽ അടക്കണ്ടേ വില്ലേജ് ഓഫീസിൽ അടച്ചാലും പറ്റൂലല്ലോ. മൂക്കിന് അതിനുള്ള സംവിധാനമില്ല, തൊള്ളക്ക് മാത്രമേ ആ സംവിധാനമുള്ളൂ. മധുരം, എരുവിന്റെയും കുറച്ചെങ്കിലും ഉണ്ടാവും, മധുരത്തിന് തീരെ ഉണ്ടാവില്ല വകുപ്പ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടി 1000 സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും അല്ലാഹു വെച്ചിരിക്കുന്നു. ആ അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ.
അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ, അല്ലാത്തവൻ തീരെ ചിന്തയില്ലാത്തവനാണ്. ചിന്തയുള്ളവന് അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഞാനൊരു ദിവസം പ്രസംഗിക്കുമ്പോ ഒരാള് എന്നോട് ചോദിച്ചു, ഒരു പ്രസംഗത്തിൽ ഒരു യുക്തിവാദി ഒരു ചോദ്യം എഴുതി ചോദിച്ചു, ഈ അള്ളാഹ് ഉണ്ടെന്ന് ഇപ്പൊ ഈ ശാസ്ത്രം പുരോഗമിച്ച കാലത്തും പ്രസംഗിക്കേണ്ടതുണ്ടോ? ഇപ്പൊ പഠിച്ചവന്റെ ആവശ്യം എന്താണ്? സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ശാസ്ത്രം ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലാത്തത് ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് കഴിയുമോ? ഇന്ന് വരെ ശാസ്ത്രം ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉള്ളത് സംഘടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈ മൈക്ക് സെറ്റ് ഇത് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ അതിനർത്ഥം ഇത് അവർ ഉണ്ടാക്കി എന്നല്ല, അവർ സംഘടിപ്പിച്ചു എന്നാണ്. കാരണം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച അലൂമിനിയം അത് ശാസ്ത്രം തറവാട്ടുകൾ കൊണ്ടുവന്നല്ല, അള്ള പഠിച്ച അലൂമിനിയം. ചെമ്പ് അതും അള്ള പഠിച്ച തന്നെ, ഇരുമ്പ് അതും അള്ള സൃഷ്ടിച്ചത് തന്നെ, റബ്ബർ അതും അള്ള പഠിച്ചത് തന്നെ. അള്ളാഹു പഠിച്ച കുറെ സാധനങ്ങൾ കൊണ്ട് മൈക്ക് സെറ്റ് സംഘടിപ്പിച്ചു, അല്ലാതെ മൈക്ക് സെറ്റ് ഉണ്ടാക്കിയതല്ല. മൈക്ക് സെറ്റ് ഉണ്ടാക്കിയതല്ല, മൈക്ക് സെറ്റ് സംഘടിപ്പിച്ചതാണ്. ഇതുപോലെ ഉള്ളത് സംഘടിപ്പിക്കുകയല്ലാതെ ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഇവിടെ ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞോ? കഴിയില്ല. നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ എന്റെ കണ്ണ്, എന്റെ ബസ്, എന്റെ പ്ലെയിൻ എന്നൊക്കെ പറയും പോലെ പറയും. ഈ സദസ് ഇവിടെ ആരുണ്ടാക്കിയതാണ്? ഈ സദസ് ഇവിടെ ആരുണ്ടാക്കിയതാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ പറയും ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ജമാഅത്തിന്റെ ആളുകൾ ഉണ്ടാക്കിയതാണ്. എന്നാ ഞാൻ ചോദിക്കും, സദസ് എന്ന് പറഞ്ഞാൽ ആരാ? സദസ് എന്ന് പറഞ്ഞാൽ ഒരു അബ്ദുല്ലാജി, ഒരു അബൂഖറാജി, ഒരു ഉസ്മാൻ ഹാജി, ഒരു അലി, ഒരു അഹമ്മദ്, ഒരു അങ്ങനെ ഒരു ബഷീർ, ഒരു അഹമ്മദ്, ഒരു അങ്ങനെ കുറെ ആള്. ഇവരൊക്കെ ഇവിടുത്തെ കമ്മിറ്റിക്കാരുണ്ടാക്കിയതാണ്. അല്ല, അഹമ്മദിനെയും ബഷീറിനെയും ഉസ്മാനെയും ആരും കമ്മിറ്റിക്കാരുണ്ടാക്കിയിട്ടില്ല, അവരെ സംഘടിപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ പറയുക സദസ് ഉണ്ടാക്കിയത് ഇവരാണ്. യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതല്ല, സംഘടിപ്പിച്ചതാണ്. സംഘടിപ്പിക്കുന്നതിന് ഉണ്ടാക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ. ചില ആളുകൾ പറയാറുണ്ട് ഹദ്ദാദ് റാത്തീബി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതല്ല, സംഘടിപ്പിച്ചതാണ്. ഉണ്ടാക്കിയതല്ല. കാരണം ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകൾ നിങ്ങൾ നോക്കൂ. ഫാത്തിഹ അത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഉണ്ടാക്കിയതാ. പിന്നെ ആയത്തുൽ കുർസി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഉണ്ടാക്കിയതാ. ആമന റസൂലു അത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഉണ്ടാക്കിയതാ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഉണ്ടാക്കിയതാ. അല്ല, അള്ളാഹും റസൂലും ഇവിടെ പഠിപ്പിച്ചു തന്നത് സംഘടിപ്പിച്ചതാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതല്ല, സംഘടിപ്പിച്ചതാണ്. അപ്പൊ സംഘടിപ്പിക്കുക എന്ന് പറയുന്നതൊന്ന് വേറെ, യഥാർത്ഥത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ ഉണ്ടാക്കുക, അതാ ഉണ്ടാക്കി, ശരിയാ ഉണ്ടാക്കി. അത് അള്ളാഹു അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാൻ പറയാം, ഉദാഹരണം പറയാം. എന്നോട് ഒരു ദിവസം എന്റെ ഭാര്യയെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, അതാ ഭാര്യക്ക് ഓപ്പറേഷൻ ആവശ്യമായി വന്നെങ്കിലോ അതുകൊണ്ട് അവളുടെ ഗ്രൂപ്പ് രക്തമുള്ള ഒരാൾ വേണോ, അല്ലെ ഒന്നോ രണ്ടോ ആളെ കരുതണം. ഞാൻ മെല്ലെ എന്റെ രക്തവും അവളെ രക്തവും ഒക്കെ ഒന്ന് നോക്കുമ്പോ രണ്ടും എ പോസിറ്റീവ്, AP ഗ്രൂപ്പാണിത്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു ഞാൻ തന്നെ പോരെ? ഇവര് പറഞ്ഞു അത് പോരാ, പിന്നെ അത് വേറെ ആരെങ്കിലും കരുതണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, ഡോക്ടർമാർ ഇത്രത്തോളം പുരോഗമിച്ച ഈ കാലത്ത് എന്തിനാണ് പഠിച്ചവന് കുറച്ച് രക്തം ഇങ്ങ് ഉണ്ടാക്കിയാ പോരെ? ഈ രക്തമുള്ള ആളെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ട് കരുതണം എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അവിടെ രക്തം കുറച്ചിങ്ങ് ഉണ്ടാക്കിയാ പോരെ, മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് രക്തം ഉണ്ടാക്കിയാ പോരെ. എന്നാ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോകട്ടെ, രാവിലെയും വൈകുന്നേരവും ഓരോ ദിവസവും ഓരോ പാർട്ടിക്കാരും ഗ്രൂപ്പ് മാറുന്ന കാലമാണിത്. എന്നാ പിന്നെ രക്തത്തിന്റെ ഗ്രൂപ്പ് ഈ ഡോക്ടർമാരങ്ങ് മാറ്റിയാ പോരെ? പിന്നെ ആ ഗ്രൂപ്പുള്ള ആൾ എന്നെ വന്ന് കാത്തിരിക്കണം എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? രക്തത്തിന്റെ ഗ്രൂപ്പ് ഡോക്ടർമാരങ്ങ് മാറ്റിയാ പോരെ? പക്ഷേ മാറ്റാൻ സാധിക്കുന്നില്ല. ഇവിടെ രക്തം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, രക്തത്തിന്റെ ഗ്രൂപ്പ് O ഗ്രൂപ്പാണോ A ഗ്രൂപ്പാണോ ഏതാ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് മാറ്റാൻ കഴിയുന്നില്ല. ഇവിടെ മനുഷ്യന്റെ കഴിവുകേട് മനുഷ്യന് പ്രകടമാവുകയാണ്. ലോകസൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു, ആ അല്ലാഹു ജല്ല ജലാലുഹു കൊടുക്കുന്ന ഓരോ വസ്തുക്കളും ഉപയോഗിക്കാൻ മാത്രമേ ഏത് മനുഷ്യനും സാധിക്കുന്നുള്ളൂ എന്നതാണ് ശരി. അല്ലാഹു മാത്രമാണ് കൊടുക്കുന്നവൻ, അവൻ മാത്രമാണ് തടയുന്നവൻ. വേറെ ആരും കൊടുക്കുന്നവനില്ല, വേറെ ആരും തടയുന്നവനില്ല. ഇതുകൊണ്ടാണ് നാം 1ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഏത് ഖൈറും അല്ലാഹുവിങ്കൽ നിന്നാണ്, ഏത് ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്.
അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹുവല്ലാതെ തടയുന്നവനില്ല. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹു തആല, എല്ലാം തടയുന്നവൻ അല്ലാഹു തആല. അല്ലാഹുവിനല്ലാതെ അധികാരമില്ല, അവനല്ലാതെ കൊടുക്കുന്നവനില്ല. മൂല്യം കുറക്കണ്ട സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു മാത്രമാണ് കൊടുക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് തടയുന്നവൻ. ആ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം നമുക്ക് വേണം. ഞാനൊരു ചെറിയ സംഭവം പറയട്ടെ. എത്ര തന്നെ ചിന്തിച്ചാലും അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹുവല്ലാതെ തടയുന്നവനില്ല. അത് ഉറപ്പിച്ച് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ആ അല്ലാഹുവിനെ, എല്ലാം തന്നവനെ, എല്ലാം തരുന്നവനെ, എല്ലാം തരേണ്ടവനെ, അവനെ സ്നേഹിക്കണം. അവനെയാണ് മനുഷ്യൻ സ്നേഹിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ തുറാബിൻ അസ്സബി റളിയല്ലാഹു അൻഹു ഒരു വലിയ പണ്ഡിതനാണ്, വലിയ ബഹുമാനപ്പെട്ട ഒരു ദുന്യാവിനെ തീരെ സ്നേഹിക്കാത്ത ആളാണ്. ഭൗതികമായ ലോകത്തോടൊരു താല്പര്യവുമില്ല. ഒരു ദിവസം മഹാനവറുകളുടെ തലയിൽ മുടി ഇങ്ങനെ മുന്തിയിട്ട് തലയൊന്ന് കളയണം, മുടിയൊന്ന് കളഞ്ഞിട്ടണം. ബഹുമാനപ്പെട്ടവർ ഒരു ബാർബറെ കണ്ടപ്പോ ചോദിച്ചു, മോനെ എന്റെ മുടിയൊന്ന് അള്ളാന്റെ വരിയിൽ കരുതി പടച്ചോന്റെ പൊരുത്തം കരുതിയിട്ട് മുടി കളഞ്ഞു തരുമോ? പൈസ കൊടുക്കാനില്ല, മുടി കളഞ്ഞു തരുമോ? ഈ ബാർബർ തങ്ങളിരിക്കി കളഞ്ഞു തരാൻ പറഞ്ഞു. മൂപ്പർക്ക് വലിയ സന്തോഷമായി, മൂപ്പരെ മുടി കളയാൻ കിട്ടിയ വകയിൽ. അങ്ങനെ മുടി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാജാവ് അതിലിങ്ങനെ പോകുന്നു. അപ്പൊ അബൂ തുറാബിൻ അസ്സബി ദുആക്കുത്തരം കിട്ടുന്ന വലിയ മഹാനാണല്ലോ, അദ്ദേഹം ഇവിടുന്ന് മുടി വെട്ടിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് മനസ്സിലാക്കി രാജാവ് വരെ കാത്തു നോക്കി. പക്ഷേ മുടി കളഞ്ഞ് തീരുന്നില്ല. അപ്പൊ പിന്നെ രാജാവിന് തിരക്കുണ്ട്. അങ്ങനെയാണല്ലോ, അവർക്ക് ഈ രാജാക്കന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാരാ അവർക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് വാലം കെട്ടാനും കുറെ റോഡ് നന്നാക്കാനും പിന്നെ ഒരുപാട് പണി ഉണ്ടാവൂലേ രാജാക്കന്മാരാവുമ്പോ. അപ്പൊ ഇവർക്ക് തിരക്കാണ്. അവർ ഒരു 1000 ദിർഹം അല്ലെങ്കിൽ 1000 ദീനാർ ഒരു കവറിലിട്ടിട്ട് ഒരാളെടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മൂപ്പര് മുടി കളഞ്ഞ് ഇറങ്ങുമ്പോ എന്റെ വകയിൽ ഒരു ഹദിയാണെന്ന് പറഞ്ഞ് കൊടുക്കണം, എനിക്ക് ദ്വാരക്കാൻ പറയണം. അപ്പൊ രാജാവിന്റെ അടുത്ത് വാങ്ങിയിട്ട് മൂപ്പര് വലിയ സന്തോഷത്തോടെ, ഞാനിപ്പോ ഇത് കൊടുക്കുമ്പോ വലിയ സന്തോഷം ഉണ്ടാവും മൂപ്പർക്ക് മനസ്സിലാക്കി അതും വാങ്ങി ഇയാളിങ്ങനെ നിന്ന് മുടിയെല്ലാം കളഞ്ഞിരുന്നില്ല. രാജാവ് ദ്വാരക്കാൻ വന്നിട്ടുണ്ട്, ഒരു ഹദിയ വന്നിട്ടുണ്ട്, 1000 സ്വർണ്ണ നാണയുണ്ട്. മൂപ്പര് പറഞ്ഞാൽ ബാർബർക്ക് കൊടുത്തിരുന്നു. അത് ബാർബർക്ക് കൊടുത്തിരുന്നു. ബാർബർക്ക് ഒരു മുടി കളഞ്ഞ 1000 ദീനാറാ, 1000 സ്വർണ്ണ നാണയം. ബാർബർക്ക് കൊടുത്തപ്പോ ബാർബർ എന്ത് പറഞ്ഞു? ബാർബറ മറുപടി, ഞങ്ങളെ അത് ശരിയാവില്ല, എനിക്ക് 2000 തന്നാലും വാങ്ങൂല. അതെന്തേ? നിങ്ങൾ എന്നോട് പറഞ്ഞത് അള്ളാന്റെ പൊരുത്തം കരുതിയിട്ട് മുടി കളഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഞാൻ ആന്നും പറഞ്ഞു, ഞാൻ മുടി കളഞ്ഞു, ഇപ്പെല്ലാം കൂടി 1000 ദീനാറൊന്ന് മതിയാക്കുക, അത് ശരിയാവില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ തരണം. പറഞ്ഞത് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മുടി കളഞ്ഞു തരുമെന്നല്ലേ ചോദിച്ചത്. അതിനാ ഞാൻ മുടി കളഞ്ഞു, എനിക്ക് അത് തന്നെ കിട്ടണം. പിന്നെ ഇപ്പോൾ കൂടി 1000 ദീനാറൊന്ന് മതിയാക്കേ, 2000 തന്നാലും ആവൂല അറിഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഈ ബാർബർ മൂപ്പരെക്കാളും വലിയ സാഹിദ, ദുന്യാവിനോട് ഒരു സ്നേഹവും ഇല്ലാത്ത ആളാ. പിന്നെ യാചിച്ച് ജീവിക്കുന്നതിനെക്കാളും നല്ല ജോലിയെടുത്ത് ജീവിക്കില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം ബാർബർ ജോലി എടുക്കുന്നു എന്ന് മാത്രം. ജോലി എടുക്കാൻ തന്നെ വലിയ പുണ്യമുള്ള സംഗതിയാണ്. നിങ്ങളൊക്കെ ഇവിടെ ജോലി എടുക്കാൻ വേണ്ടി വന്നവരായിരിക്കും അധികം ആളുകളും. ജോലി എടുത്ത് ബിസിനസ് ആയവരും ഉണ്ടാവും ചിലപ്പോ. അതും ജോലി തന്നെ, ബിസിനസ്സും ജോലി തന്നെ, എല്ലാം ജോലി തന്നെയാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈ. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, കൈകൊണ്ട് ജോലിയെടുത്ത് ജീവിക്കുന്നവൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഹൈറായ ഭക്ഷണം കഴിക്കുന്ന വേറെ ഒരാളുമില്ല. ജോലിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നവനാണ് ഏറ്റവും ഹൈറായ ഭക്ഷണം കഴിക്കുന്നവൻ. തൊഴിലെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ചെറുപ്പക്കാർ, ജോലിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന് ഇവിടുത്തെ തണുപ്പും ചൂടുമൊക്കെ സഹിക്കുന്നവർ, നാടും വീടുമൊക്കെ വിട്ട് വന്ന് പ്രയാസപ്പെടുന്നവർ, അവർക്ക് സന്തോഷം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനുഷ്യൻ ജോലിയെടുത്ത് ജീവിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഹൈറായ ഭക്ഷണം കഴിക്കുന്ന ആരുമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുലു മിൻ അമലി യദൈഹി. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണല്ലോ. ആ രാജാവിന്റെ പിതാവും കൂടിയായ വലിയ സ്ഥാനമാനമുള്ള ആളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ്. ആ ദാവൂദ് നബി അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദൈഹി.
കൈകൊണ്ട് ജോലിയെടുത്ത് അതിലൂടെ കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു മഹാനായ നബിയുല്ലാഹി ദാവൂദ്. ജോലിയെടുത്ത് ജീവിക്കുന്ന ആളായിരുന്നു. പടത്തൊപ്പി പടയങ്കി ഉണ്ടാക്കല ഇരുമ്പിന്റെ. അതിന് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊണ്ട് ഈ ഇരുമ്പ് ദാവൂദ് നബി അലൈഹി സ്വലാമിന് മെഴുകുപോലെ പാകപ്പെടുത്തി കൊടുത്തിരുന്ന ഇത്. ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഈ ഇരുമ്പ് പിടിച്ചിങ്ങനെ വളക്കണമെങ്കിൽ സ്പ്രിങ് കൊണ്ടുവരണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദാവൂദ് നബി ആ വേദ വരുന്നെങ്കിൽ നേരത്തെ കൊണ്ടുവന്ന് അതേ സ്റ്റാൻഡിന്റെ മുമ്പിൽ പിടിച്ച് വളച്ചാൽ വളച്ചു പോരും. ഇനി ഞാൻ ദാവൂദ് നബി അല്ലാത്തോണ്ടാ സ്പ്രിങ് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊണ്ട് ജോലിയെടുത്ത് ജീവിക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. എന്തിനു പറഞ്ഞു? നബിമാർ തൊഴിലെടുത്ത് ജീവിച്ചവരാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ സഹോദരന്മാരെ ജോലിയെടുത്ത് ജീവിക്കണം എന്നതിന് പ്രചോദനം നൽകാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. ജോലിയെടുക്കുന്നത് ഒരു താണപണിയല്ല, ജോലിയെടുത്താണ് ജീവിക്കേണ്ടത്. യാചിച്ച് ജീവിക്കരുത്. യാചിച്ചുകൊണ്ടല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. മനുഷ്യൻ ജോലിയെടുത്താണ് ജീവിക്കേണ്ടത്. ജോലികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ജോലിയാണ് നമ്മുടെ മദ്രസ മുഅല്ലിമീങ്ങൾ എടുക്കുന്ന ജോലി, ഇൽമു പഠിപ്പിക്കുന്ന ജോലി. ഏറ്റവും ഉയർന്ന ജോലിയാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ജോലി. അത് ഏറ്റവും മുന്തിയ ജോലിയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. ബാങ്ക് കൊടുക്കുന്നവരെക്കാൾ ബഹുമാനമുള്ളവരാരാ? അതുകൊണ്ടല്ലേ ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കൽ സുന്നത്താ. ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കൽ സുന്നത്താ. പ്രസിഡന്റിനെ നോക്കൽ സുന്നത്തില്ല, സെക്രട്ടറിനെ നോക്കൽ സുന്നത്തില്ല. പിന്നെ ബാങ്ക് കൊടുക്കുന്ന മുക്കരിക്കാൻ നോക്കൽ സുന്നത്താ. എപ്പോഴും നോക്കണ്ട, ബാങ്ക് കൊടുക്കുമ്പോൾ നോക്കിയാൽ മതി. ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കൽ സുന്നത്താ. ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കൽ സുന്നത്താ. അതുകൊണ്ട് ആ സ്ത്രീകൾക്ക് ബാങ്ക് തന്നെ വേണ്ടാൻ തീരുമാനിച്ചു. കാരണം നോക്കാനും പറ്റൂല, കേൾക്കാനും പറ്റൂല. അതുകൊണ്ട് ആ സ്ത്രീകൾ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചാൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ പറയാൻ കാരണം അതുകൊണ്ടാണ്. ആ ഭാഗം ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ജോലിയെടുത്ത് ജീവിക്കുക. അപ്പൊ മദ്രസ മുഅല്ലിമീങ്ങൾ ഏറ്റവും ഉയർന്ന ജോലി എടുക്കുന്നവരാ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഒരു സ്ഥലത്ത് യാത്ര പോയപ്പോൾ ആ യാത്ര പോയ സ്ഥലത്ത് ആ നാട്ടുകാരി ആ സഹാബികൾക്ക് ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണം കൊടുക്കാൻ ഈമാന്റെ ലക്ഷണമാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം, ബാബു ഇത്ആമു ത്വആമി മിനൽ ഇസ്ലാം. ഭക്ഷണം കൊടുക്കുക എന്നത് ഇസ്ലാമിൽപ്പെട്ടതാണെന്ന് പറയുന്ന അധ്യായം. അങ്ങനെ ഒരു അധ്യായം തന്നെ കാണാം. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ മടിയായി. നിങ്ങൾക്ക് കാണാം, ഒരിക്കലും ഭക്ഷണം കൊടുക്കാത്തവരും ബാപ്പ മരിച്ചാൽ കുറച്ച് ഭക്ഷണം കൊടുക്കും. അത് കൊടുക്കണ്ടെന്ന് പറയുന്ന കൂട്ടരില്ലേ? അത് ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി എന്നതിന്റെ ലക്ഷണമാണ്. ഈമാൻ തെറ്റിപ്പോയി, ഇസ്ലാമിൽ തകരാറ് സംഭവിച്ചു എന്നതിന്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ബാബു ഇത്ആമു ത്വആമി മിനൽ ഇസ്ലാം, ഭക്ഷണം കൊടുക്കുന്നത് ഇസ്ലാമിൽപ്പെട്ടതാണെന്ന് പറയുന്ന അധ്യായം. ഇങ്ങനെ ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചതാണ്, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏറ്റവും ഖൈറായ ഇസ്ലാം ഏതാണ് നബിയെ? അതിന് അല്ലാഹു റസൂൽ പറഞ്ഞ ഒന്നാമത്തെ മറുപടി തന്നെ തുത്ഇമു ത്വആം, ഭക്ഷണം കൊടുക്കുന്ന ഇസ്ലാം. ഭക്ഷണം കൊടുക്കുന്ന ആളുടെ ഇസ്ലാം, അതാണ് ഏറ്റവും ഖൈറായ ഇസ്ലാം. അപ്പൊ ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു പുണ്യമുള്ള ഒരു സംഗതിയാണ്. അതിലേക്ക് ഞാനിപ്പോ വിശദമായി കടന്നുപോയി സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അപ്പൊ ഭക്ഷണം കൊടുത്തില്ല. സഹാബത്ത് ഒരു വിഭാഗം ആളുകൾ ചെന്നപ്പോ നാട്ടുകാർ ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ അതാ നാട്ടിലെ നേതാവിന് ഒരു വിഷം തീർക്കുന്നു, പാമ്പ് പിടിക്കും. അപ്പൊ അവരും കൂടി പാമ്പ് പിടിച്ചു. ഇയാൾ ബോധമില്ലാതെ വീടുപോയി. ഇനി ഇയാളെ രക്ഷപ്പെടുത്താൻ എന്താ വഴി? അങ്ങനെ ആലോചിച്ചു. അപ്പൊ ആരോ പറഞ്ഞു, നേരത്തെ നമ്മുടെ നാട്ടിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള വഴിയുണ്ട്. നമ്മളവർക്ക് ഭക്ഷണവും കൊടുത്തില്ല, വെള്ളവും കൊടുത്തില്ല. അപ്പോൾ അവരോട് പോയി പറഞ്ഞാലോ? അങ്ങനെ ഓടി വന്നു. ഹൽ മിൻകും മിൻ റാഖ്, സഹീഹുൽ ബുഖാരിയുള്ള ഹദീസാണ്. ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നും ഈ വിഷം തീണ്ടിയപ്പോൾ ഇവർ വന്ന് സഹാബികളോട് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്നി ലറാഖ്, വല്ലാഹി അല്ലാഹുവിന്റെ സത്യം, ഞാൻ മന്ത്രിക്ക് വിഷം ഇറക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ നാട്ടിലൊന്നും ഭക്ഷണം തരാത്തവരാണ്. അതുകൊണ്ട് അങ്ങനെ വേഗം മന്ത്രിക്കൊന്നുമില്ല, നല്ല പൈസ ഇട്ടണം, നല്ല കൂലി കിട്ടണം, എന്നാലേ മന്ത്രിക്കുള്ളത്. എത്ര തരണമെന്ന് ചോദിച്ചു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അതാ ഒരു പറ്റം ആടുകളെ കൂലി പറഞ്ഞു. 30-ലധികം ആടുകളെയാണ് ഒരു മന്ത്രത്തിന് കൂലി പറഞ്ഞത്. 30-ലധികം ആടുകളെയാണ്. ആ ആടുകളെ കൂലി പറഞ്ഞു. അദ്ദേഹം ചെന്നിട്ട് ഫഖറഅ സൂറത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്ത് എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്. ഏതുപോലെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് സൂറത്ത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത്, അലം തറ കൈഫ സൂറത്ത്, അലം നശ്റഹ് സൂറത്ത്. ഇങ്ങനെ നമ്മൾ പേര് പറയില്ലേ? എങ്ങനെയാ പറയുന്നത്? ബിസ്മിയുടെ ശേഷം ഏതൊരായത്താണോ തുടങ്ങുന്നത്
ആ തുടങ്ങുന്ന ആയത്തിന്റെ പേര് കൊണ്ടാണ് സൂറത്തുകൾക്ക് സാധാരണ പേര് പറയുക. അതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത്, അലം തറ കൈഫ സൂറത്ത്, ലീലാഫി ഖുറൈശ് സൂറത്ത്. ഇതുപോലെ ബിസ്മി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായത് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്ത് എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് അതാ സഹീഹുൽ ബുഖാരിയിൽ കാണാം ഫഖറഅ സൂറത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്ത് അതോതിയിട്ട് അഥവാ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടങ്ങ് മന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ വിഷം തീണ്ടിയ മനുഷ്യന്റെ വിഷം അതാ ഒറ്റ സെക്കൻഡ് കൊണ്ട് വിഷം നീങ്ങിപ്പോയി. കസേര ഇങ്ങോട്ട് വന്നോളൂ, മുന്നിലുണ്ട് കസേര, ഇങ്ങ് വന്നോ, ഇവിടെ ഉണ്ട്, നേരെ വന്നാൽ മതി, മുന്നിലുണ്ട് കസേര. അങ്ങനെ വിഷം തീണ്ടിയ മനുഷ്യന്റെ വിഷം അങ്ങനെ തന്നെ ഫാത്തിഹ സൂറത്തോതി മന്ത്രിക്കുന്നതോടുകൂടെ ഇറങ്ങിപ്പോയി. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുന്നതോടുകൂടെ ആ വിഷമിറങ്ങിപ്പോയി. പറഞ്ഞതുപോലെ 30-ലധികം ആടുകളെ കൂലി നിശ്ചയിച്ചിട്ടല്ലേ മന്ത്രിച്ചത്. ആ ഫാത്തിഹ ഓതി മന്ത്രിച്ചതിന് നിശ്ചയിക്കപ്പെട്ട കൂലി കൊടുത്തു. അത് സഹാബത്ത് വാങ്ങിയതിന് ശേഷം ഒരാൾക്കൊരു സംശയം, ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങാമോ? ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങാമോ? സംശയത്തോടെ ഇലാ ഹളറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നിട്ട് പറയുന്നു, ഓ നബിയേ, അഖദ അലാ കിതാബില്ലാഹി അജ്റാ, ഇദ്ദേഹം പടച്ചവന്റെ ഖുർആൻ ഓതി മന്ത്രിച്ചിട്ട് കൂലി വാങ്ങി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്താണ് സംഭവം? സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഹഖു മാ ഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾക്ക് കൂലി വാങ്ങാൻ ഏറ്റവും പറ്റിയ വസ്തു അല്ലാഹുവിന്റെ കിതാബായ ഖുർആൻ തന്നെ. ഖുർആൻ പഠിപ്പിച്ചിട്ട്, ഖുർആൻ ഓതിയിട്ട്, ഖുർആൻ മന്ത്രിച്ചിട്ടൊക്കെ കൂലി വാങ്ങിയാൽ അതിൽ തെറ്റില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ തെളിവ് ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസാണ്, സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എല്ലാവരും കൂലിക്ക് വേണ്ടി എടുക്കണം പണി എന്നല്ല. കൂലിക്ക് വേണ്ടിയല്ല പണി എടുക്കേണ്ടത്, പിന്നെയോ പണിയെടുക്കണം. പക്ഷേ മദ്രസാമൊന്നും കൂലി കൊടുക്കണ്ട, ശമ്പളം കൊടുക്കണ്ട. പള്ളിയിലെ മൊയ്ലാർക്കൊന്നും ശമ്പളം കൊടുക്കണം, പിന്നെ അവർ കാച്ചു കത്തിട്ടാ ജീവിക്കാറ്. അപ്പൊ പിന്നെ ഒരൊറ്റ ആളുണ്ടാവില്ല ഇൽമു പഠിപ്പിക്കാനും, ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല ഇമാമത്തിക്കാനും പങ്കുകൊടുക്കാനും. എല്ലാവരും നോക്കും വേറെ പണി. പിന്നെ നമ്മുടെ ദീന്റെ പ്രവർത്തനം മുഴുവൻ നിന്നൂല്ലേ, അതുകൊണ്ട് നല്ല ശമ്പളം കൊടുക്കുക വേണ്ടത്. അതേ സമയത്ത് പരമാവധി എല്ലാവരും അതിന് സഹകരിക്കുകയും വേണം. അങ്ങനെയാ ചെയ്യേണ്ടത്. ഇപ്പൊ മദ്രസാ മുഅല്ലിമീങ്ങളും ജോലിയാണ് ഞാൻ പറഞ്ഞത്. ജോലി എടുത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ വെറും കച്ചവടം ചെയ്യൽ മാത്രമാ ജോലി, അല്ലെങ്കിൽ കെട്ടെടുക്കൽ മാത്രമാ ജോലി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് മാത്രമാ ജോലി, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോരും. ജീവിതത്തിന് വേണ്ടി ഉപാധി തേടി ഓരോരുത്തരും ജീവിക്കണം. അതേ സമയത്ത് യാചിക്കരുത്. മറ്റൊരാളോട് യാചിക്കുക എന്ന് പറയുന്നത് മാന്യതയോട് യോജിക്കുന്നതല്ല. പരിശുദ്ധ ഇസ്ലാം അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, കടുത്ത ഭാഷയിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിരിക്കട്ടെ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാചിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി, ജോലിയെടുക്കുന്നതിൽ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ തലമുടി കളഞ്ഞു കൊടുത്ത ബാർബർ, അദ്ദേഹം ബാർബറുടെ ജോലി എടുക്കുകയാണ്. പക്ഷെ ദുന്യാവിനെ പ്രേമിച്ച ആളല്ല, ദുന്യാവിനെ സ്നേഹിച്ച ആളല്ല. അതുകൊണ്ട് 1000 ദീനാർ, അതാ രാജാവ് കൊടുത്ത 1000 സ്വർണ്ണ നാണയം കൈവച്ചു കൊടുത്ത് കയ്യിൽ നീട്ടിക്കൊടുത്തപ്പോൾ പറയുന്നു, പറ്റില്ല തങ്ങളെ, നിങ്ങളെ മുടി കളഞ്ഞു തന്നത് ഞാൻ ക്യാഷിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതല്ലാത്ത മറ്റൊന്നും എനിക്ക് വേണ്ട. അബൂ തുറാബിന്റെ റളിയല്ലാഹു പറഞ്ഞു, ഈ കവറിൽ പൈസ കാണിച്ച ആളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, രാജാവിനോട് പോയിട്ട് പറഞ്ഞ് ബാർബർ വാങ്ങുന്നില്ല, എനിക്കൊട്ടേക്ക് ആവശ്യമില്ല, നിങ്ങൾ രാജാവിന് തന്നെ കൊടുത്തു. അയാൾക്കല്ലേ റോഡ് ഉണ്ടാക്കണ്ടോ പാലം കെട്ടുണ്ടോ ഒക്കെ, എനിക്കതിനാണിത്. തിരിച്ചു കൊടുത്തു. ആ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു മക്കാ ശരീഫിൽ വന്നു, ഹറമിലേക്ക് വന്നു, മസ്ജിദുൽ ഹറാമിലേക്ക് വന്നു. കഅബത്തിന്റെ സമീപത്ത് വന്നിട്ട് ഒരൊറ്റ വിളി, ഏ ജനങ്ങളെ,
എനിക്കാരാണ് സംഭാവന തരിക? എനിക്കാരാണ് സംഭാവന തരിക? ദുന്യാവിനെ തീരെ സ്നേഹിക്കാത്ത ഈ മഹാൻ, കൊടുത്ത ഹദിയ പോലും മടക്കിയ മഹാൻ എന്തേ ഇപ്പൊ സംഭാവന ചോദിക്കുന്നു? സംഭാവന ചോദിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. പണക്കാര് സംഭാവന കൊടുക്കുന്നില്ല, സാധുക്കൾ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ മഹാനവർകൾക്ക് തോന്നി, സാധുക്കൾ ചോദിച്ചിട്ട് പണക്കാര് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ സംഭാവന, കിട്ടിയാൽ അത് സാധുക്കൾക്ക് വിതരണം ചെയ്യാം. ഞാൻ ചോദിച്ചാലോ, ഞാൻ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ ഉള്ളതും പോയി പോകുമോ എന്ന പേടി കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും മുതലാളിമാർക്കും ഉണ്ടാകും. കാരണം എന്റെ ദുആക്ക് ഉത്തരം കിട്ടുമെന്നൊരു ധാരണ അവരെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ മടക്കുകയില്ല. എനിക്കല്ല തന്ന നിയമത്താണത്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കിട്ടിയാൽ സാധുക്കൾക്ക് വിതരണം ചെയ്യാമല്ലോ. അതിനു വേണ്ടിയ അബൂ തുറാബിൻ നഖ്ശബി ചോദിക്കുന്നു, ആരാണ് സംഭാവന കൊണ്ടെത്തരിക? അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു മടിയിൽ വലിയൊരു മുതലാളി വലിയൊരു സ്വർണത്തിന്റെ ചാക്ക് കൊണ്ടുവന്ന്, സ്വർണ്ണ നാണയത്തിന്റെ ഒരു വലിയ സഞ്ചി കൊണ്ടുവന്ന് അബൂ തുറാബിൻ നഖ്ശബി തങ്ങളെ മടിയിൽ അങ്ങ് ചൊരിഞ്ഞു കൊടുത്തു. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് നാണയത്തുട്ടുകൾ എടുത്തു, സാധുക്കളെ വിളിച്ച് വിതരണം ചെയ്യാണ്. എടാ ഇങ്ങോട്ട് വാ, അയാൾ കൊടുത്തു, വേറെ ആളെ വിളിച്ച് അയാൾക്ക് കൊടുത്തു, കൊടുത്ത് ഇങ്ങനെ സാധുക്കൾക്ക് വിതരണം ചെയ്യുകയാണ് ഹറമിന്റെ സമീപത്ത് വെച്ച്. അപ്പോൾ ഒരു സാധു മനുഷ്യൻ മുന്നിൽ വന്ന് നിന്നു. എന്തിനും എന്നെ കണ്ടിട്ട് വിളിക്കട്ടെ എന്ന് മനസ്സിലാക്കി നിന്നു. അയാളെ വിളിച്ചില്ല. പിന്നെയും വന്നു, ഞാൻ പാവപ്പെട്ട മനുഷ്യനാണ്, നാട്ടിൽ എന്നെ വിളിച്ച് തരട്ടെ എന്ന് വെച്ച് പിന്നെയും പോയിരുന്നു. വിളിച്ചതുമില്ല, കൊടുത്തുമില്ല. പിന്നെയും പോയിരുന്നത്, വിളിച്ചില്ല, കൊടുത്തില്ല. ഈ കിട്ടിയ സ്വർണ്ണ നാണയം മുഴുവനും വൈകുന്നേരം ആകുമ്പോഴേക്ക് കൊടുത്തു തീർത്തു, ഇയാൾക്ക് മാത്രം കൊടുത്തില്ല. അപ്പൊ ഇയാളെടുത്ത് വന്നിട്ട് ചെല്ല തങ്ങളെ, കിട്ടിയ മുഴുവൻ നിങ്ങൾ കൊടുത്തു തീർത്ത്, എത്ര സാധുക്കൾക്ക് കൊടുത്തു നിങ്ങൾ? എത്ര പാവപ്പെട്ട ഞാനിവിടെ വന്ന് നിൽക്കുന്ന ഇത്ര നേരമായി, എനിക്കെന്തുകൊണ്ട് തന്നില്ല? അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നക ലാ തഅരിഫുൽ മുഅ്തിയ. എടാ, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ. നീ മനസ്സിലാക്കി ഞാനാണ് കൊടുക്കുന്നത്. എന്നിട്ട് നിന്റെ ശരീരം എന്റെ മുമ്പിൽ കൊണ്ടുവന്നിങ്ങനെ വെച്ചു, ഞാൻ വിളിച്ചു തരാൻ വേണ്ടി. ഞാൻ കൊടുക്കുന്നവനല്ല. ഇന്നമാന ഖാസിമുൻ വല്ലാഹു വൽ മുഅ്തി. സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾ ഹദീസ് കണ്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നമാ അന ഖാസിമുൻ, ഞാൻ സപ്ലൈ ചെയ്യുന്നവനാണ്, ഞാൻ വിതരണം ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു വൽ മുഅ്തി. യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ഞാൻ കൊടുക്കുന്നവനല്ല, ഞാൻ സപ്ലൈ ചെയ്യുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അപ്പൊ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. നീ അല്ലാഹുവിനെ അറിഞ്ഞില്ല, നിന്റെ മനസ്സ് നീ കൊടുക്കുന്ന റബ്ബിലേക്ക് തിരിച്ചില്ല. കൊടുക്കുന്ന റബ്ബിൽ നിന്ന് കിട്ടണമെന്ന് മനസ്സിലാക്കി നിന്റെ മനസ്സ് നീ അല്ലാഹുവാകുന്ന കൊടുക്കുന്ന രാജാവിലേക്ക് തിരിച്ചിരുന്നുവെങ്കിൽ, വിതരണം ചെയ്യുന്ന സപ്ലൈക്കാരനായ എന്റെ മനസ്സ് അല്ലാഹു നിന്നിലേക്ക് തിരിക്കുമായിരുന്നു. എന്റെ മനസ്സ് നിന്നിലേക്ക് തിരിക്കേണ്ടത് അള്ളയാണ്. പക്ഷേ നിന്റെ മനസ്സ് നീ അല്ലാഹുവിലേക്ക് തിരിച്ചില്ല, അല്ലാഹു എന്റെ മനസ്സ് നിന്നിലേക്കും തിരിച്ചില്ല. നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ. ഇന്നക ലാ തഅരിഫുൽ മുഅ്തിയ, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാം തടയുന്നവൻ അല്ലാഹുവാണ്. ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ നിന്നൊരൊറ്റ മനുഷ്യനെ നന്നാക്കാൻ എനിക്ക് സാധ്യമല്ല. എന്റെ വഅദ് കൊണ്ട് നിങ്ങളിൽ ഒരാളെയെങ്കിലും ബോധവൽക്കരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നെ തന്നെ ബോധവൽക്കരിക്കാൻ എനിക്ക് സാധ്യമല്ല. പിന്നെയല്ലേ നിങ്ങളെ ബോധവൽക്കരിക്കൽ? ആർക്കേ കഴിയൂ? അത് അല്ലാഹുവിനെ കഴിയൂ. മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലാണ്, മനുഷ്യന്റെ ശരീരം അല്ലാഹുവിങ്കലാണ്, മനുഷ്യന്റെതെല്ലാം അല്ലാഹുവിങ്കലാണ്. സർവ സൃഷ്ടികളുടെ വിഷയം അല്ലാഹുവിങ്കലാണ്. അധികാരസ്ഥനും ഉടമസ്ഥനും അല്ലാഹുവാണ്. അവൻ തന്നതല്ലാതെ പാവപ്പെട്ട എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളെ കയ്യിലില്ല, ലോകത്തൊരാളെ കയ്യിലുമില്ല. ആ രാജാവായ അല്ലാഹുവിനെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കണം. ഈ സ്നേഹം ലഭിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാലിഹീങ്ങൾ.
അവർക്കതുകൊണ്ട് തന്നെ അവരെ ചിന്ത അള്ളാഹുവിൽ ലയിച്ചതാണ്. അവരുടെ ചിന്ത എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അവരങ്ങ് ചൊല്ലി, അതേ ഇവിടെ കാണുന്ന ഒന്നിനും നിലനിൽപ്പില്ല, നിലനിൽപ്പുള്ളവർ അല്ലാഹുവാണ്. അതേ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇവിടെയുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്. ചോദിക്കട്ടെ, ബാംഗ്ലൂർ ടൗണിൽ വലിയ വലിയ ബിസിനസ് നടത്തിയ മുതലാളിമാരില്ലായിരുന്നോ? ഇപ്പോൾ അവരുടെ ബിസിനസ്സുകൾ ചിലരുടേത് കാണുന്നില്ലല്ലോ, മുതലാളിമാരെ തന്നെയും കാണുന്നില്ലല്ലോ. ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ വലിയ ഹുങ്ക് കാണിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? അവരെ പലരെയും ഇന്ന് കാണുന്നില്ലല്ലോ, അവരെ സ്ഥാപനങ്ങൾ കാണുന്നില്ലല്ലോ, അവരെ വീടുകൾ കാണുന്നില്ലല്ലോ. ലോകത്ത് കഴിഞ്ഞു പോയ നമ്രൂദും ഖാറൂനും ഫിർഔനും അതുപോലുള്ള ആളുകളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഓ സഹോദരന്മാരെ, സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിന്റെ ഉടമകളായി വാഴ്ന്നിരുന്ന വൈസ്രോയിമാരും സായിപ്പുമാരും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അവരാരെയും ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇവിടെ ആർക്കാണ് നിലനിൽപ്പുള്ളത്? ഒരു രാജാവിനും ഇവിടെ നിലനിൽപ്പില്ല, ഒരു പണക്കാരനും ഇവിടെ നിലനിൽപ്പില്ല, ഒരാരോഗ്യമുള്ളവനും നിലനിൽപ്പില്ല, ഒരു ഗജപോക്കിരിക്കും ഇവിടെ നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളവനാരാണ്? അത് ദായിമായ അല്ലാഹു തന്നെ. ആ ദായിമായ റബ്ബിനെ, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട മഹാന്മാര് മനസ്സിന്റെ അടിത്തട്ടിൽ പ്രിയം വെച്ചു. അവർ അല്ലാഹുവിനെ വിളിച്ചു, യാ നിലനിൽക്കുന്നവനായ അല്ലാഹുവേ, നിലനിൽക്കുന്നവനായ അല്ലാഹുവേ. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളതെല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. ഉള്ളതിൽ പറയാനില്ല, ഉള്ളതിൽ പറയാനുള്ളത് അല്ലാഹു തന്നെ. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ സ്നേഹിച്ച് വിളിച്ചു, ഹാഹു ഹീ ഹൈ, ഹാഹു ഹീ ഹൈ. ഞാൻ 2 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ കടവത്തൂരിൽ പ്രസംഗിച്ചു. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു ചങ്ങാതി പ്രസംഗിച്ചിരിക്കുന്നത്, ഹാ അവള്, ഹൂ ഇവന്, അവന്, ഹീ ഇവള് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരിക്കുന്നത് ഒരു ജാഹില്. അപ്പൊ എന്താണ്? അതൊന്നുമില്ല. അത് ഈ ഹാ എന്ന് പറഞ്ഞൊക്കെ അവള് എന്ന് അർത്ഥോ, എല്ലാ സ്ഥലത്തും ഹാ അവള് എന്നല്ല അർത്ഥോ. അത് പിന്നെ അവളെ പള്ളിയിൽ കിട്ടണോ, അവളെ സ്റ്റേജിൽ കിട്ടണോ, അവളെ റൂമിൽ കിട്ടണോ വിചാരിക്കുന്നവർക്ക് എല്ലാറ്റിലും അവള് എന്നേ അർത്ഥം കിട്ടുള്ളൂ. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയല്ല ചൊല്ലിയത്. ഹാ അറിയണം, ഹൂ അല്ലാഹു തആല, ഹീ പറയണം, ഹൈ അവനെന്നും ഹയാത്തുള്ളവനാണ് കേട്ടോ. അവന് നാശമില്ല, അവന് നാശമില്ല. അതാണ് ഹാ അറിയണം, ഹൂ അല്ലാഹു തആല, ഹീ പറയണം, ഹൈ അല്ലാഹു എന്നും ഹയാത്തുള്ളവനാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിലുണ്ടൊരു സ്ഥലത്ത്, ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും. എന്താണ് അതിന്റെ അർത്ഥം? ഹാ അവള്, അന്തും നിങ്ങൾ, ഉലൈ കൂട്ടര് എന്നല്ല, മറിച്ച് ഓരോ സന്ദർഭത്തിൽ ഓരോ അർത്ഥമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയൊക്കെ സുന്നികൾ മാത്രമുള്ള സ്ഥലമാണ് എന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത് അള്ളാഹുവിനെ പ്രിയം വെച്ച മഹാന്മാർ, അവർ അള്ളാഹുവിനെ വിളിച്ചു, ധാരാളം വിളിച്ചു. അവരെ മനസ്സിൽ അള്ളാഹു തന്നെയാണ്. അങ്ങനെ അള്ളാഹുവിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കാൻ ധൈര്യം വരില്ല, അവൻ വിരോധിച്ചത് ചെയ്യാൻ ധൈര്യം വരില്ല, അവനനുസരിച്ചുകൊണ്ട് ജീവിക്കാനല്ലാതെ സാധ്യമല്ല. അദാല അംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ബഹുമാനപ്പെട്ട ബീവി റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ അവർ തമ്മാടിത്തം ചെയ്യുന്നത് കണ്ടപ്പോ
അവര് കള്ളുകുടിക്കാൻ തുടങ്ങിയപ്പോ, അവര് കാണുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ, അവര് ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്നത് കണ്ടപ്പോ, അവര് നിസ്കാരം കൈയൊഴിക്കുന്നത് കണ്ടപ്പോ, ഓ മനുഷ്യ, നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അനുസരിച്ച് ജീവിക്കുകയില്ലേ? റാബിയത്തുള്ളത് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ബാപ്പാനെ സ്നേഹിക്കുന്ന ഒരാള്, ബാപ്പ പറഞ്ഞു ഇന്ന് നീ ബാംഗ്ലൂർ പോട്ടെ, നാളെ പോയാൽ മതി. എന്നാ ബാപ്പാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നാ നാളെ പോകാന്ന് വിചാരിക്കൂ. അല്ല ഇന്നിപ്പൊ പോണം കോഴിക്കോട്ട് എന്ന് പറഞ്ഞാൽ ബാപ്പാനെ സ്നേഹിക്കുന്നുണ്ടെ പോവും. അങ്ങനെയാണ് കൽപ്പിച്ചാ സ്വീകരിക്കും. എന്റെ സ്വഭാവം അങ്ങനെയാ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാ അള്ളാഹു കൽപ്പിച്ച 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കും. ക്ഷണിച്ചാ പോവും. സ്നേഹിക്കുന്നുണ്ടെ ക്ഷണിച്ചാ പോവും. അങ്ങനെയല്ലേ? നിങ്ങൾ ഒരാൾ കല്യാണത്തിന് ക്ഷണിച്ചു, അയാളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്നാ നിങ്ങൾ അയാളെ കല്യാണത്തിന് പോവും. 10 മണിക്കേക്കാ ചെല്ലാൻ പറഞ്ഞത് എന്നാ 10 മണിക്ക് എന്നെ പോവും. 2 മണിന് മുമ്പ് എന്തായാലും എത്തൂ. അല്ലാതെ വൈകുന്നേരം 5 മണിക്ക് കയറി ചെല്ലൂല. അങ്ങനെയാ. ക്ഷണിച്ചാൽ ക്ഷണിച്ച സമയത്ത് പോവും. സുബഹിന്റെ സമയത്ത് എന്നെ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹൂല. അള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ടോ? അള്ളാഹിന്റെ ക്ഷണം സ്വീകരിച്ച് സുബഹി കളാകാതെ നിസ്കരിക്കും. മറ്റ് നിസ്കാരങ്ങൾ കളാകാതെ നിസ്കരിക്കും. അങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിച്ചാൽ. അള്ളാഹു വിരോധിച്ച് കള്ളു കുടിക്കാൻ ധൈര്യം വരില്ല, സിനിമ കാണാൻ ധൈര്യം വരില്ല, കുടുംബബന്ധം മുറിക്കാൻ ധൈര്യം വരില്ല, അയൽവാസിയുമായി പിണങ്ങാൻ ധൈര്യം വരില്ല. അപ്പുറത്തെ പീടിയിൽ നല്ല കച്ചവടം കാണുമ്പോ അവന്റെ കച്ചവടം ഒന്ന് ഹലാക്കായിട്ട് എന്റെ പീടിയെ കിട്ടിയ തിരക്കുള്ള നൽകി സിഹിർ ചെയ്യാൻ പോകില്ല. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങനത്തെ സിഹിർ ചെയ്യുന്ന ആൾക്കാർ ബാംഗ്ലൂരിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വലിയ മാരണപ്രവർത്തനം എന്ന് പറഞ്ഞ ചങ്ങാതികളുണ്ട്. ദുനിയാവിനെ പ്രേമിച്ചിട്ട്, ദുനിയാവിനെ സ്നേഹിച്ചിട്ട് അള്ളയാ കൊടുക്കുന്നതിനുള്ള വിശ്വാസം ഉണ്ടാവില്ല. അള്ളയാണ് കൊടുക്കുന്നതിനുള്ള വിശ്വാസം ഈമാനുള്ളവനെ പഠിക്കാൻ പോകില്ല. ചില ആളുകളുണ്ട് അങ്ങനെ. അവന്റെ കച്ചവടം എന്റെ വീടിൽ ആനെന്താ പണി? എടാ നമുക്ക് അള്ളാഹു വില കണക്കാക്കിയല്ലാതെ നിനക്ക് കിട്ടുമോ? എന്തിനങ്ങനെ ചിന്തിക്കുന്നത്? അള്ളാഹു കണക്കാക്കിയതല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും കിട്ടുമോ? അത് ആദ്യം ഈമാൻ കാര്യത്തിൽ 6ാമത്തെ വിശ്വസിക്കണം. നിങ്ങൾ ഏത് സമുദ്രത്തിൽ പോയാലും നിങ്ങളുടെ പാത്രത്തിൽ എടുക്കാവുന്നതേ കൊണ്ടുവരാൻ കഴിയൂ. നിങ്ങളത് എവിടെ പോയിട്ടും കാര്യമില്ല, ബ്രൂണെ പോയിട്ടും കാര്യമില്ല. അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയതേ കിട്ടൂ. ആ തവക്കുൽ, അള്ളാഹുവിന്റെ മേലുള്ള തവക്കുൽ വേണം. ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കാം. നിങ്ങളെല്ലാവരും ഒരു ചെറിയ സഹകരണം ചെയ്യണം. അതായത് ഒന്ന്, നമ്മുടെ കുറ്റ്യാടി സിറാജുൽ ഹുദാന്റെ ഒരു സ്ഥാപനമുണ്ട്. നാളെയും മറ്റന്നാളും ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി പറയും. ഇന്നിവിടെ നമുക്ക് ഇവിടുത്തെ പള്ളിന്റെ വേളാണല്ലോ, അതുകൊണ്ട് വിശദമായി പറയുന്നില്ല. അല്ലാഹു തആല വലിയ ബർക്കത്ത് തന്നിട്ടുള്ള സ്ഥാപനമാണ്. അതിന്റെ കീഴിൽ 30 പള്ളി, 25 മദ്രസ, 5 ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, 1 ബോർഡിംഗ് മദ്രസ, 1 ഹിഫ്ദുൽ ഖുർആൻ മനപ്പാടാക്കുന്ന സ്ഥാപനം, 1 യതീംഖാന, 5 ശരീഅത്ത് കോളേജ്. അതിൽ കുറ്റ്യാടി മാത്രം 200ഓളം മുത്തഅല്ലിമീങ്ങൾ ഓതി പഠിക്കുന്നു. ഇന്ന് എന്റെ കൂടെ വന്ന 2 മൗലവിമാരുണ്ട്. 2 സഖാഫികളാണ്, ബിരുദെടുത്തവരാണ്, മുദരിസന്മാരാണ്. അവർ 2 കുറ്റ്യാടി സിറാജുൽ നിന്ന് തുടക്കം മുതലേ ഓതി പഠിച്ചവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതിലൊരാൾ കന്നഡക്കാരനാണ്, ഒരാൾ വയനാടുകാരനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹത്തായ സ്ഥാപനം അതിന്റെ ഒരു പ്രചരണത്തിന് ബാംഗ്ലൂരിലും ഒക്കെ പോകണമെന്ന് ഞാൻ കുറെ കാലമായി വിചാരിക്കുന്നു. ഇതുവരെയും സമയം കിട്ടിയില്ല. ഒരു 12 കൊല്ലമായി വിചാരിക്കാൻ തുടങ്ങിയിട്ട് 12 കൊല്ലമായി സമയം കിട്ടിയില്ല. അപ്പൊ ഇപ്പോഴാണ് ഈ വരവിൽ ഒന്ന് ആ സ്ഥാപനത്തെ പറ്റി എല്ലാവർക്കും പരിചയപ്പെടുത്തണമെന്ന് എന്റെ മനസ്സിലാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നാളെ പ്രസംഗിക്കില്ല, അതുകൊണ്ട് ഇവിടുത്തെ പ്രചരണം ഇപ്പൊ അങ്ങോട്ട് കിടക്ക്. എല്ലാവരും ആ സ്ഥാപനവുമായി ബന്ധപ്പെടണം. നിങ്ങൾ സിറാജുൽ ഹുദയും അത്ഭുതങ്ങൾ എന്നിട്ട് മലയാളത്തിലും കന്നഡയിലും പുസ്തകമുണ്ട്. ഒന്ന് വാങ്ങി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഒരു കാലത്ത് 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലായിരുന്നു. ഒക്കെ ജമാഅത്ത് ഇസ്ലാമി കൈയടക്കിയതായിരുന്നു. നമ്മളെ മഖ്ബറ പൊളിച്ച് നമ്മളെ പള്ളി പിടിച്ച് വലിയ സംഭവമാണ്. അതൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ നമ്മളൊരു ശിഷ്യൻ തന്നെ എഴുതിയതാണ്. അതിൽ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉദ്ധരണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വെറുതെ പറഞ്ഞൊന്നല്ല. ഇന്ന ബുക്കിൽ നിന്ന് പകർത്തിയാണ്, കുറ്റ്യാടി ഒരു ഓർമ്മ തന്നെ പുസ്തകത്തിനടുത്ത് പകർത്തിയാണ്. അത് നോക്കി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ പുസ്തകം എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഉള്ള സ്ഥാപനം 12 കൊല്ലത്തിനടുക്ക് അല്ലാഹു തആല തന്ന സ്ഥാപനങ്ങളാണ് ഞാൻ എണ്ണിയത്. ആ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, ശമ്പളം കൊടുക്കേണ്ടവർക്ക് ശമ്പളം കൊടുക്കണം. 300ഓളം സ്റ്റാഫുകളുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം. പിന്നെ ഒരു 10-600 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. അതിനൊരു വകുപ്പില്ല. വരുമാനമായിട്ട് ആകെ ഒരു 30,000 രൂപ വാടക വാങ്ങാനുണ്ടാവും.
എനിക്ക് കൂടിയാൽ എനിക്ക് ബാക്കി കൂടി കിട്ടിയാൽ 40 ഉണ്ടാവുമായിരിക്കും. 6-7 ലക്ഷം റുപ്യാണ്. അള്ളാഹു താല വലിയ ബർക്കത്ത് തന്നെ. 2 ലക്ഷം റുപ്യോളം ഒരു മാസത്തിൽ 1.5 ലക്ഷം 2 ലക്ഷം നേർച്ച കിട്ടും. നേർച്ച വെറുതെ കൊണ്ടെത്തുന്നൊന്നുമല്ല. ആ പുസ്തകത്തിൽ 50 കത്ത് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓരോരുത്തർക്ക് അള്ളാഹു താല കൊടുത്ത അത്ഭുതങ്ങൾ ഓരോരുത്തർ എഴുതി അറിയിച്ച കത്ത് 50 കത്ത് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെള്ളപ്പാണ്ട് രോഗം മാറിയിട്ട് എനിക്ക് കത്തയച്ചവരുണ്ട്. ആ കത്ത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അവിടെ വെച്ചിട്ടുണ്ട്. ചെറുകുന്ന് തന്നെ ഒരു സ്ഥലമുണ്ട് കണ്ണൂരിൽ. അവിടുന്ന് ഒരു സാരിയാണ് കത്തയച്ചത്. അയാൾക്കല്ല രോഗം ആ നാട്ടിലുള്ള ഒരു പെൺകുട്ടിക്കായിരുന്നു. വേറൊരാൾ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരാൾ, അയാളുടെ ഭാര്യയ്ക്ക് വെള്ളപ്പാണ്ട് രോഗമായിരുന്നു. ഈ റമദാനിൽ ഞാൻ ദുബായി പോയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, നേർച്ചയാക്കി രോഗം മാറിപ്പോയി എന്ന് പറഞ്ഞു. അതുപോലെ പല അത്ഭുതങ്ങളുണ്ട്. പല അത്ഭുതം അനുഭവിച്ച ഒരു വിശ്വാസത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ കയറി വന്നപ്പോഴും നേർച്ച കൊണ്ടെത്തുന്നവരുണ്ട്, കേസിയിലിട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട് നേർച്ച. അതെവിടെ ചെന്നാലും കിട്ടും. അങ്ങനെയാണ് സ്വഭാവം. എവിടെ അതിന് എന്നാലും മടങ്ങി വരുമ്പോഴേക്ക് കുറെ നേർച്ച പൈസ കിട്ടും. അതങ്ങനെ അള്ളാഹു തആല സ്ഥാപനത്തിന്റെ ബർക്കത്ത് തന്നിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് അള്ളാഹു തരുന്നതിൽ ഒരു ചെറിയ സംഖ്യ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ ഒരു വരിസംഖ്യയായിട്ട് ആ സ്ഥാപനത്തിൽ തരാൻ ശ്രമിക്കണം. എന്റെ നാട്ടിലല്ല സ്ഥാപനം, കുറ്റ്യാടിയിലാണ്. അത് സ്ഥാപിക്കാൻ കാരണം അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ യാതൊരു അസറുമില്ലാതെ മുഴുവനും തുടച്ചു മാറ്റപ്പെട്ടു പോയത് 11 മഹലിൽ. ഞാൻ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ഓല ഷെഡ് കെട്ടി തുടങ്ങിയതാണ് ആ സ്ഥാപനം. ഇഷ്ടികയും തരക്ക് വെച്ച് ഞാൻ ഒരുപാട് കിടന്നുറങ്ങിയിട്ടുണ്ട്. എനിക്ക് യാതൊരു തകരാറ് സംഭവിച്ചിട്ടില്ല. ഈ സദസ്സിൽ വന്ന ഉഷാദ് സഖാഫി നല്ല വേദം പറയുന്നു, നല്ല മുദ്ദേശമാണ് അദ്ദേഹം വന്ന് അവിടെ മീതാനം ഒന്ന് കുട്ടിയാണ്. ഞാനന്ന് തലക്ക് ഇഷ്ടികയും വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഞാൻ 13 കൊല്ലമായി തീർച്ചയായിട്ടും 5 ദിവസം ഞാൻ ശമ്പളം വാങ്ങിയില്ല. ഒരു 5 ദിവസം കമ്മീഷനും പറ്റിയില്ല. അള്ളാഹു എന്നാൽ അന്തസ്സോട് ഇവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വലിയ ബർക്കത്ത് തന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് എല്ലാവരും ഓരോ പുസ്തകം വാങ്ങി ഒന്ന് വായിച്ചു നോക്കണം. മാസത്തിൽ എന്തെങ്കിലും ഒരു വയസ്സംഖ്യ തരാൻ വേണ്ടി നിങ്ങൾക്ക് കടലാസ് തരുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ടെലിഫോൺ നമ്പറും മാസത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സംഖ്യ എഴുതി കൊടുക്കുകയും ചെയ്യണമെന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾക്ക് ദീർഘമായും ഒരു വേദ പറഞ്ഞു തരാൻ കഴിയില്ലല്ലോ, എപ്പോഴും ബാംഗ്ലൂർ വരാനും കഴിയില്ല. ഞാൻ നാദാപുരത്ത് വെച്ച് 7 ദിവസം തുടർച്ചയായി അടുത്ത് വേദ പറഞ്ഞിരുന്നു. മദ്ഹബും തഖ്ലീദും, ഈ സ്ത്രീ വനിതകൾ ഇസ്ലാമിൽ, അതുപോലെ ആരാധനയും ആദരവും ആരാധനയും, അതുപോലെ തുടങ്ങിയിട്ടുള്ള കുറെ വിഷയങ്ങൾ, 7 വിഷയങ്ങൾ. ആ 7 വിഷയങ്ങളുടെയും കേസറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, വാങ്ങി കേൾക്കാം എന്നറിയിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നു. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് കൊടുക്കുന്നവൻ, അവൻ മാത്രമാണ് തടയുന്നവൻ. ആ റബ്ബിനെ സ്നേഹിക്കണം എന്നാ പറഞ്ഞത്. ആ റബ്ബിനെ ശരിക്ക് സ്നേഹിച്ചാൽ അവന്റെ കൽപ്പന ധിക്കരിക്കാൻ ധൈര്യം വരില്ല. സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങാൻ ധൈര്യം വരില്ല. കള്ളു കുടിക്കാൻ ധൈര്യം വരില്ല. എങ്ങനെ ധൈര്യം വരും? 1000 വെള്ളങ്ങൾ അല്ലാഹു നമുക്ക് കുടിക്കാൻ വേണ്ടി തന്നില്ലേ? ആ വെള്ളം കുടിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നില്ലേ? അല്ലാഹു തന്ന ഒരു അനുഗ്രഹമല്ലേ അത്? നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. അന്നനാളത്തിന് ക്യാൻസറായി പോയി, കുടിക്കുന്ന വെള്ളം അങ്ങോട്ട് ഇറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എത്ര ആളുകളുണ്ട് ലോകത്ത്? ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഞാനൊരു രോഗിയെ കണ്ടു. കോഴിക്കോട് ഹോസ്പിറ്റലിൽ രോഗിയെ കണ്ടു. ചെറുപ്പക്കാരനാണ്, 20-25 വയസ്സുണ്ട്. ഒന്നും കുടിക്കാൻ കഴിയുന്നില്ല ഉസ്താദ് എന്ന് പറയും. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ കരയുകയാണ്. രോഗം ക്യാൻസറാണ്, പക്ഷെ ആ കുട്ടിയത് അറിയില്ല, കുടുംബക്കാരറിയിച്ചിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു തന്ന അനുഗ്രഹം ചിന്തിക്കണം ചെറുപ്പക്കാരെ. ഒരിക്കലും തന്നെ നമ്മൾ ഹറാമായ ലഹരി ഉപയോഗിക്കുന്നവരായി പോകരുത്. അല്ലാഹു തആല ഹറാമാക്കിയതൊന്നും നമ്മുടെ തൊള്ളയിലേക്ക് വെച്ചു പോകരുത്. അർഹമുർ റഹീമായ റബ്ബ് ഹറാമാക്കിയതാണ് കള്ള്. ആ കള്ള് എന്ന് പറയുന്ന 1-ാം നമ്പർ നജസാണ്. ഇവിടെ കള്ളു കുടിക്കുന്നവർ ഒന്നും ഉണ്ടാവുകയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അബദ്ധത്തിൽ ചാടിയിട്ടല്ലല്ലോ പറയേണ്ടത്, ചാടുന്നതിന് മുമ്പല്ലേ ഉണർത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ ഓർക്കുക, ഇതാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഛർദിച്ചത് നജസല്ലയോ, കാഷ്ടിച്ചത് നജസല്ലയോ, മൂത്രം നജസല്ലയോ, ചലവും ചീഞ്ചലവും നജസല്ലയോ? എന്നാ നിങ്ങൾ അറിയോ, നിങ്ങൾ ദുസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിങ്ങൾ ധരിച്ചിട്ടുള്ള കുപ്പായത്തിൽ ഒരൽപ്പം ചലമായി പോയാൽ, ഒരൽപ്പം ചോരയായാൽ, ആ കുപ്പായത്തോടെ നിസ്കരിച്ചാൽ വിട്ടുവീഴ്ചയുണ്ടെന്നാ പണ്ഡിതന്മാര് പറയുന്നത്. നിങ്ങളെ കുരുവിൽ നിന്നോ മുറിയിൽ നിന്നോ ആയ ചെറിയ ചോര അല്ലെങ്കിൽ കുറഞ്ഞ ചലം, അത് കുപ്പായത്തിലായാൽ വിട്ടുവീഴ്ചയുണ്ട്. നജസാണെങ്കിലും വിട്ടുവീഴ്ചയുണ്ട്. എന്നാ സഹോദരന്മാരെ,
കള്ളിന്റെ ഒരു തുള്ളി കള്ള് കുപ്പായത്തിലായാൽ ആ കുപ്പായം ധരിച്ചുകൊണ്ടുള്ള നിസ്കാരം തന്നെ സ്വഹീഹല്ല. അത്ര ഗൗരവമുള്ള നജസാണ് കള്ള്. ഈ കള്ള് കുടിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ, കുടിക്കാൻ വെള്ളം കൊടുത്ത റബ്ബിന്റെ അനുഗ്രഹം ഓർമ്മിക്കണ്ടേ? കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന സമയത്ത് അതാ അല്ലാഹു കൊടുത്ത കുഴലിന്റെ ഉള്ളിലൂടെ അത് എത്തേണ്ട സ്ഥലത്തേക്ക് അല്ലാഹു എത്തിച്ചില്ലേ? ആവശ്യമായത് ശരീരത്തിന് നൽകി, അനാവശ്യമായത് മൂത്രമായും അതുപോലെ മറുഭാഗത്ത് വിയർപ്പായുമൊക്കെ അല്ലാഹു പുറന്തള്ളിയില്ലേ? ഈ നിയമത്തിന് ശുക്ർ ചെയ്യേണ്ട അടിമ കള്ളു കുടിച്ച് ജീവിക്കാൻ പാടുണ്ടോ സഹോദരന്മാരെ? അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അവന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണ്ടയോ? ഇതുപോലെ അല്ലാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറയാൻ പാടുണ്ടോ? ഒരിക്കലും കള്ളം പറയരുത്. ഇതാ വരുന്നുണ്ട് ഏപ്രിൽ ഫൂള്. ഈ ഏപ്രിൽ 1